ഒന്ന് ചെറിയ മഴ പെയ്തതേ ഉള്ളൂ കേട്ടോ. കൊച്ചി നഗരത്തിൽ മഴ ഒഴിഞ്ഞിട്ടും വെള്ളം പക്ഷേ ഇറങ്ങുന്നില്ല. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. അഴുക്കുവെള്ളത്തിലിറങ്ങി രോഗം വരുമെന്ന ഭീതിയുണ്ടെങ്കിലും വെള്ളക്കെട്ടിലൂടെ തന്നെ നീന്തിപ്പോകേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്ക്. സൗത്ത് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ഷാബാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കണ്ടുവരാം. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്നലെ രാത്രി 12 മണി മുതൽ പെയ്തു തുടങ്ങിയ മഴയിലാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. മഴ മാറി മണിക്കൂറുകളായിട്ടും ഈ വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നിരവധി യാത്രക്കാരാണ് റെയിൽവേ സ്റ്റേഷൻ ആശ്രയിച്ചുകൊണ്ട് രാവിലെ ഇവിടേക്ക് വരുന്നത്. ഇവരൊക്കെയും ഈ വെള്ളക്കെട്ടിലൂടെ നീന്തിക്കടക്കേണ്ട അവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ വലിയ മുന്നൊരുക്കങ്ങൾ തന്നെ നടത്തേണ്ടി വരും. ഷൂ ഇട്ട് വന്നവരാണെങ്കിൽ അതൊക്കെ ഒരു മാറ്റും, പാൻറ്റൊക്കെ കയറ്റി, അങ്ങനെ നിരവധി മുന്നൊരുക്കങ്ങൾ നടത്തിയാണ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ വെള്ളം തന്നെ വൃത്തികെട്ടൊരു വെള്ളമാണ്, ഓടയിൽ നിന്നുമൊക്കെ കലർന്നു വരുന്ന മഴവെള്ളമാണ്. അതുകൊണ്ട് തന്നെ നിരവധി രോഗങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ചേട്ടാ, വെള്ളക്കെട്ട് നല്ല രൂക്ഷമാണല്ലേ? വെള്ളക്കെട്ട് കൂടുതലല്ലേ? വെള്ളക്കെട്ട് ഈ ഒറ്റ മണിക്കൂർ 2 മണിക്കൂർ നിന്ന് പെയ്ത മഴ കൊണ്ടുണ്ടായ പെട്ടെന്നുള്ളൊരു വെള്ളപ്പൊക്കമാണ്. അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വെള്ളം ഒഴുകിപ്പോവും. ഞങ്ങളുടെ ഓട്ടോ ഒക്കെ പെൻഡിങ് ആയത് കാരണം. അതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. യാത്രക്കാരൊക്കെ ഈ വെള്ളത്തിലൂടെ ഇറങ്ങി ബുദ്ധിമുട്ടി വരുന്നത്. ചേച്ചി, ബുദ്ധിമുട്ടായില്ലേ? ട്രെയിൻ ഇറങ്ങിയിട്ട് ഇത്ര വെള്ളം ഉണ്ടാവും വിചാരിച്ചില്ലേ ഞങ്ങള് ശുദ്ധമായി വരുന്ന ആൾക്കാരാ. ചോറ്റാനിക്കലിന്ന് പോവാൻ വന്നതാ. ഞങ്ങള് ട്രെയിൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നാല് ബസ്സിന് പോവാന്ന് പറഞ്ഞേ. അപ്പൊ ഇത്ര വെള്ളം ഉണ്ടാവും വിചാരിച്ചില്ല. കുട്ടികളൊക്കെ ഉണ്ട്. നല്ല ബുദ്ധിമുട്ടായി. എറണാകുളം ഇങ്ങനത്തെ ഒരു കുളാന്ന് അറിഞ്ഞില്ല. ഞങ്ങനെ വെള്ളം കുപ്പി വാങ്ങിയിട്ടേ കാല് കഴുകിയിട്ട് വേണം പോവാന്. ചൊറിച്ചല് വരൂലേ? ഇതാണ് നിരവധി യാത്രക്കാരും എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഈ വെള്ളക്കെട്ട് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. കാരണം അഴുക്ക് വെള്ളമാണ്. ഇതിലേക്ക് ഇറങ്ങാൻ തന്നെ പലർക്കും മടിയാണ്. കുട്ടികളെ അടക്കമുള്ളവർ അവരെ എടുത്തുകൊണ്ടാണ് ഈ വെള്ളത്തിലൂടെ കടന്നു വരുന്നത്. മറ്റു കുട്ടികളൊക്കെ ഈ വെള്ളത്തിലൂടെ നടന്നും ഒക്കെ വരുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ തന്നെ വ്യക്തമാകും എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ അഴുക്ക് വെള്ളത്തിലൂടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് എത്താനും അതോടൊപ്പം ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും എന്നുള്ളത്. അത്തരത്തിൽ വലിയ വെള്ളക്കെട്ടാണ് മണിക്കൂറുകളായി ഇവിടെ തുടരുന്നത്. മഴ മാറിയിട്ടും വെള്ളക്കെട്ടിന് ഒരു ശമനവുമില്ല എന്നതാണ് ഇവിടെയുള്ള ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്.